മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു വഖദ് നഹില ജിസ്മുഹു, മഹാനായ സൗബാൻ റളിയല്ലാഹുവിന്റെ സ്ഥിതി എന്താണ്? എപ്പോഴും റസൂലുള്ളാഹിനെ ഇങ്ങനെ നോക്കിയിരിക്കും. റസൂലുള്ളാഹിന്റെ സദസ്സിൽ മുത്തുനബിനെ കാണാത്തൊരവസ്ഥ സൗബാൻ റളിയല്ലാഹു ചിന്തിക്കാൻ തന്നെ കഴിയുന്നില്ല. വീട്ടിൽ പോയി ഇങ്ങനെ തേങ്ങലടിച്ച് കരയുകയാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു വഖദ് നഹില ജിസ്മുഹു, തടിയാകെ മെലിഞ്ഞുട്ടിയിട്ടുണ്ട്. ചിന്തിച്ചതാണ് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു. മുത്തുനബി ചോദിച്ചു, എന്തേ സൗബാനെ നിനക്ക് പറ്റിയത്? സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എനിക്ക് പൂതിയുള്ള സമയത്തൊക്കെയും മുത്തുനബി എങ്ങനെ കണ്ട് ആസ്വദിക്കും. എന്റെ വീട്ടിൽ വന്നാൽ എനിക്ക് പിന്നെയും മുത്തുനബിയെ കാണണമെന്ന് തോന്നും. ഞാൻ മദീനത്തെ പള്ളിയിലേക്ക് വരും, അവിടുത്തെ വീട്ടിൽ വരും. പക്ഷേ ഞാൻ ഓർത്തത് തങ്ങൾ വഫാത്താകുന്നൊരു സമയമുണ്ട്, ഞാനും ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സന്ദർഭമുണ്ട്. പക്ഷേ ബർസഖിയായ ലോകത്ത് അല്ലെങ്കിൽ മഹ്ശറയിൽ വരുമ്പോൾ, ഇനി അഥവാ അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ഞാൻ സ്വർഗത്തിലെത്തിയാൽ തങ്ങൾ ഉന്നത പദവിയിലായിരിക്കും, ഞാനാണെങ്കിലോ ഏതെങ്കിലും ഒരു മൂലയിലുമായിരിക്കും. എനിക്ക് സ്വർഗത്തിലെത്തുന്ന സമയത്ത് മുത്തുനബിയെ കാണാൻ കഴിയുമോ എന്ന ചിന്തയാണ് എന്റെ ശരീരത്തെ ക്ഷീണിപ്പിച്ചത് എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല താഴ്ത്തി. റസൂലുള്ളാഹിക്ക് ഒന്നും പറയാൻ, അപ്പോഴാണ് ആയത്തിറങ്ങിയത്, പേടിക്കണ്ട, അല്ലാഹുവിനും മുത്തുനബിക്കും വഴിപ്പെട്ട് കഴിഞ്ഞാൽ അവര് ആരെ കൂടെയാണ്? റസൂലുള്ളാഹിന്റെ കൂടെയാണ് എന്ന് ഖുർആൻ ആയത്തിറങ്ങുകയാണ്.